ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷും ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നാളെ 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മലയാളമാണ് എക്സാം വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഒക്കെ മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കല്ലോ. അപ്പൊ ടീച്ചർ ഇപ്പൊ എത്തിയിട്ടുള്ളത് മക്കൾക്ക് നിങ്ങളുടെ നാളത്തെ എക്സാമിന് വരാവുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. അപ്പൊ എല്ലാ മക്കളും റെഡി ആണല്ലോ. നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലിലെ കൂട്ടുകാർ 89 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും കൂട്ടുകാർക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കാണ് ഈ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആവുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇപ്പൊ മലയാളത്തിലോട്ട് വരുമ്പോ കൂട്ടുകാർക്ക് വരാവുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒട്ടുമിക്കപ്പോഴും ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വായിക്കാം കണ്ടെത്താം എന്നുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. ഓക്കെ, അവിടെ മക്കൾക്ക് വായിക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഒരു യാത്രാ വിവരണോ അല്ലെങ്കിൽ ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു കഥയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തരും. എന്നിട്ട് അതുമായിട്ട് ആസ്പദമാക്കിയിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും കേട്ടോ. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്തരത്തിൽ വായിക്കാം കണ്ടെത്താം എന്നുള്ള ഒരു ചോദ്യത്തിൽ വരിക. അപ്പൊ മക്കൾക്ക് ഒരു സ്റ്റോറിയാണ്, ഒരു കഥയാണ് വായിക്കാനായിട്ട് തരുന്നത് എന്ന് വെച്ചാൽ ടീച്ചർ പറഞ്ഞല്ലോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ എവിടെ ഉണ്ടായിരിക്കും മക്കളെ? നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു പാരഗ്രാഫിൽ അല്ലെ. ഇപ്പൊ ഇത് കുറിപ്പായിക്കോട്ടെ, യാത്രാ വിവരണം ആയിക്കോട്ടെ, കഥ ആയിക്കോട്ടെ, ഡയറി ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും അതിലുണ്ടായിരിക്കും നമുക്കുള്ള ഈ 5 മാർക്കിന്റെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ മക്കള് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് മക്കൾക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു പാരഗ്രാഫ് ഒരു 2 പ്രാവശ്യം നന്നായിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിലോട്ട് പോവുക. 5 ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞുള്ള 5 ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം കൂടി ഈ ഒരു ഭാഗം വായിക്കുക. ആ വായിക്കുന്ന സമയത്ത് മക്കൾക്ക് മനസ്സിലാവും ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് എവിടെയാണ് വരുന്നത്. എന്നിട്ട് ആ ഭാഗം എന്ത് ചെയ്യുക, പതിയെ നിങ്ങൾ പെൻസിലിനോട് ഒന്ന് എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കി വെക്കുകയോ ചെയ്യുക. പറഞ്ഞത് മനസ്സിലായാലോ മക്കളെ? നിങ്ങൾ 1-2 പ്രാവശ്യം ആദ്യം വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഒരു ഭാഗം വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വായിക്കുക. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾ ആ ഒരു ഭാഗം വായിക്കണം. എങ്കിലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് അത് കഥയാണ് വായിക്കാനായിട്ട് തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ മിസ് പറഞ്ഞല്ലോ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തലക്കെട്ട് നൽകാനാണ്. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ ചെയ്തു വരുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഒരു കഥയാണ് തന്നതെന്ന് വെച്ചാൽ അതിന് യോജിച്ച ഒരു ഹെഡ്ലൈൻ കൊടുക്കുക എന്നുള്ളത് നമുക്ക് പ്രയാസമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ അത് മക്കളെ ചെയ്യുക. അപ്പൊ 5ൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? 1 മാർക്ക് കിട്ടും. പിന്നെ നമുക്ക് അതിൽ വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വാക്ക് തരും. എന്നിട്ട് ആ ഒരു വാക്കിന് അതേ അർത്ഥം വരുന്ന ഏത് വാക്കാണ് നിങ്ങളുടെ കഥയിൽ പ്രയോഗിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം വരാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, ഇപ്പൊ നോക്കിക്കേ, സങ്കടം എന്നുള്ള അർത്ഥം വരുന്ന ഏത് വാക്കാണ് നിങ്ങളുടെ കഥയിൽ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാലോ സങ്കടം എന്നുള്ള വാക്കിന് അതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ദുഃഖം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് നിങ്ങളുടെ കഥയിൽ ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, ആ വേർഡ് എടുത്തിരണം. അതാണ് മിസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒരേ അർത്ഥം വരുന്ന പദം ഏതാ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അത്തരത്തിലൊരു ചോദ്യവും വരുന്നുണ്ടായിരിക്കും. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അതായത് ആ കഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് 1-2 ഒരു 3-4 ഓപ്ഷൻസ് മക്കൾക്ക് തരും. എന്നിട്ട് ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ വരും കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് വായിക്കാം കണ്ടെത്താം എന്നുള്ള ഭാഗത്ത് നിന്ന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ മക്കൾക്ക് ചിലപ്പം ഡയറി എഴുതാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഡയറി ഒക്കെ മക്കൾക്ക് എഴുതി ശീലമുള്ളതാണ്. എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്കറിയാം അല്ലെ. ഡയറി എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് മക്കൾ അതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്? നമ്മൾ എങ്ങനെ തുടങ്ങണം? നമ്മൾ എന്നാണോ നമ്മൾ ഡയറി എഴുതുന്നത് ആ ദിവസത്തെ ഡേറ്റ് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ഏതാണ് ആ ദിവസം എന്നുള്ള കാര്യം എഴുതണം. പിന്നെ നമ്മൾ ഡയറിയിൽ എന്താണ് എഴുതുക? നമ്മുടെ ജീവിതത്തില് നമ്മുടെ ആ ഒരു ദിവസം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നടന്നിട്ടുള്ളത് ആ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, ഡയറിയിൽ ഉൾപ്പെടുത്തേണ്ടത്. അല്ലാതെ നമ്മൾ രാവിലെ എഴുന്നേറ്റതും പല്ല് തേച്ചതും കുളിച്ചതും ഭക്ഷണം കഴിച്ചതും എന്നിങ്ങനെ തുടങ്ങിയിട്ട് സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണോ ഉൾപ്പെടുത്തേണ്ടത്? അല്ല, പ്രധാനമായിട്ടും അന്നത്തെ ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം മക്കൾ ഡയറി എഴുതാനായിട്ട്. അപ്പൊ ഡയറി എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഡയറി ഒക്കെ എഴുതാനാണെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിനനുസരിച്ചുള്ള കോളം തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ മക്കൾക്ക് ഇനി വേണമെങ്കിൽ പുതുതായിട്ട് ഒരു ബോക്സ് ഒക്കെ വരയ്ക്കണമെങ്കിൽ നല്ലൊരു കോളത്തിനുള്ളിലൊക്കെ ആക്കുക. സൈഡിൽ വലതുവശത്തായിട്ട് മക്കൾ എന്ത് എഴുതണം? ഇപ്പൊ മിസ് ഇവിടെ വരച്ച് കാണിക്കുക. ഇത്തരത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു
നമുക്ക് ഡയറി എഴുതാനുള്ള ഒരു സ്പേസ് തന്നതെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ അല്ലേ വലതുവശത്തായിട്ട് മക്കൾ എന്ത് ചെയ്യുക, അന്നത്തെ ഡേറ്റ് ചെയ്ത അതിന് താഴെ ഏതാണോ ദിവസം ആ ദിവസവും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ? അപ്പം ദിവസം ഒക്കെ എഴുതുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്ത അക്ഷരം തെറ്റില്ലാതെ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് അന്നേ ദിവസം നിങ്ങൾക്ക് സന്തോഷമായിരുന്നോ സങ്കടമായിരുന്നോ എന്നുള്ള കാര്യമാണ് ആദ്യത്തെ വരിയിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇന്ന് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം അല്ലെ. അതിപ്പോ നമുക്ക് ഏത് ഡയറിയിൽ എഴുതാലും, സങ്കടമായാലും സന്തോഷമായാലും നമുക്ക് എഴുതാം അല്ലെ. ഒരുപാട് വിഷമമുള്ള ദിവസമാണെങ്കിൽ നമുക്ക് ആ ദിവസം മറക്കാൻ പറ്റോ? ഇല്ല. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണെങ്കിൽ നമുക്ക് അത് മറക്കാൻ പറ്റോ? ഇല്ല. അപ്പം നിങ്ങൾക്ക് ഏത് ഫീലിംഗ് ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് ആദ്യത്തിൽ ഏത് വരി എഴുതാം, ഇന്ന് എനിക്ക് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറി സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അന്നേ ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം മക്കൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങളുടെ ഡയറി ആണെങ്കിൽ ഉള്ള കാര്യമാണ് മിസ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ പാഠഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അഖില ലോക പഴം പച്ചക്കറി മേള മക്കൾക്ക് ഓർമ്മയില്ലേ? അപ്പൊ അന്നേ ദിവസം കാന്താരിക്കുട്ടിയുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ മക്കൾക്ക് അറിയാലോ. അപ്പൊ അന്ന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിയിട്ടുള്ള അല്ലെങ്കിൽ നാട്ടിലെത്തിയിട്ടുള്ള നമ്മുടെ കാന്താരിക്കുട്ടി അന്നേ ദിവസം എഴുതാൻ ഇടയുള്ള ഒരു ഡയറിയെ കുറിച്ച് മക്കൾക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന മറ്റ് പച്ചക്കറികളിൽ ഏതെങ്കിലും ഒരു പച്ചക്കറി എന്ത് ചെയ്യാം, അന്നേ ദിവസം എഴുതാൻ ഇടയുള്ള ഡയറി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ മക്കൾക്ക് നിങ്ങളുടെ ചാപ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്താൽ ആ ഡേറ്റ് ചെയ്ത് അത് നടന്നത് എവിടെയാന്ന് ഡേറ്റ് ചെയ്ത് അതുപോലെ തന്നെ സ്ഥലം എഴുതുക. ഇനിയിപ്പോ മിസ് പറയാണ് അത് കണ്ടുകൊണ്ടിരുന്ന ഒരു പച്ചക്കറി എഴുതുന്ന ഡയറിയാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം? ടീച്ചർ ആദ്യം പറഞ്ഞ ഇന്ന് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഒരു ദിവസമായിരുന്നു, ഇന്നായിരുന്നു അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം ഉണ്ടായിരുന്നത്. അതിലിങ്ങനെ കാന്താരിക്കുട്ടി ഇന്ന കാര്യങ്ങളെല്ലാം പ്രസംഗിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ആ പാഠഭാഗം അറിഞ്ഞിരിക്കുന്ന കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഡയറി എഴുതാനായിട്ട് പറ്റും. പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പൊ ഒരു ഡയറി വന്നാൽ നമ്മുടെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നാൽ മക്കൾ നല്ല രീതിയിൽ എഴുതല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. കത്ത് തയ്യാറാക്കാനായിട്ടുള്ള ഒരു ചോദ്യം വരാം. ഓക്കെ മക്കളെ, അപ്പൊ കത്ത് തയ്യാറാക്കാവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതന്നെ. നമ്മുടെ പഴം പച്ചക്കറി സമ്മേളനത്തിനെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ മത്തങ്ങ നമ്മുടെ കാന്താരിക്കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കത്ത് എഴുതിയിട്ടുണ്ട് അല്ലെ. ഇതിന് ക്ഷണിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സെക്രട്ടറി ആയിട്ടുള്ള മത്തങ്ങ എന്ത് ചെയ്തിട്ടുണ്ട്, കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ കത്തെല്ലാം വായിച്ചതിന് ശേഷം നമ്മുടെ കാന്താരിക്കുട്ടി എന്ത് ചെയ്യാണ്, തിരിച്ച് നമ്മുടെ മത്തങ്ങയ്ക്ക് എന്ത് ചെയ്യാണ്, മറുപടി എഴുതാണ്. അപ്പം എന്തായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം കത്ത് എഴുതാനായിട്ട്. അപ്പൊ ഒരു കത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ തുടങ്ങണം മക്കളെ, എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? നമ്മളിപ്പോ മത്തനാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കാന്താരിക്കുട്ടി കത്ത് എഴുതുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ തുടങ്ങണം മക്കളെ? എന്റെ പ്രിയപ്പെട്ട മത്തങ്ങേ അല്ലെങ്കിൽ എന്റെ പ്രിയ സുഹൃത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, കത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒരു കത്ത് എഴുതുന്ന സമയത്ത് അതിന് നല്ലൊരു തുടക്കം വേണം, അതുപോലെ തന്നെ അതിന് നല്ലൊരു കൺക്ലൂഷൻ, അതിന് നല്ലൊരു അവസാനം വേണം. ഈ രണ്ട് കാര്യത്തിന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, പ്രത്യേക മാർക്കുകൾ ഉണ്ടായിരിക്കും കേട്ടോ. രണ്ടിനും ഒരു മാർക്ക് വീതം ഉണ്ടായിരിക്കും. നമ്മളിപ്പോ പറഞ്ഞ പ്രിയപ്പെട്ട എന്ന് പറഞ്ഞിട്ട് തന്നെ തുടങ്ങിയാൽ മതി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെങ്ങാതി എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഉള്ളിലുള്ള എല്ലാ കണ്ടന്റും എഴുതുക. അതായത് ഇപ്പൊ ക്ഷമിച്ചുകൊണ്ടാണ് നമ്മുടെ മത്തങ്ങ കത്ത് അയച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ കാന്താരിക്കുട്ടി എന്ത് പറയും, ഞാൻ എന്തായാലും അന്നേ ദിവസം കൃത്യസമയത്ത് തന്നെ വന്നുകൊള്ളാം, നിനക്ക് സുഖം തന്നെയല്ലേ, എനിക്ക് സുഖം തന്നെയാണ് എന്നുള്ള വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അവസാനം എന്ത് പറയണം, സ്നേഹത്തോടെ കാന്താരി എന്ന് പറയണം അല്ലെ. അതായത് ആരാണോ ആ കത്ത് എഴുതിയിട്ടുള്ളത് അവരുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം, അവസാനം എഴുതണം. അല്ലെങ്കിൽ എന്ന് കാന്താരി എന്നോ അല്ലെങ്കിൽ സ്നേഹത്തോടെ കാന്താരി എന്നോ ഏത് രീതിയിൽ വേണമെങ്കിലും മക്കൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ എൻഡ് കൊടുക്കാം. അങ്ങനെ ഒരു തുടക്കവും അതുപോലെ തന്നെ ഒരു അവസാനം ഉണ്ടെങ്കിലും മക്കൾക്ക് കത്തിന് പ്രത്യേക മാർക്ക് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ കത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊന്നും എഴുതണമെന്നില്ല. നമ്മൾ ഒഫീഷ്യൽ ആയിട്ട് എഴുതുന്ന കത്തുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, മുഴുവൻ അഡ്രസ്സും മേൽവിലാസവും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് എഴുതുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള മേൽവിലാസം ഒന്നും ഉൾപ്പെടുത്തണമെന്നില്ല. അപ്പൊ കത്ത് ഈ ഒരു രീതിയിലൊക്കെ വന്നാൽ മക്കൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ എഴുതുക കേട്ടോ. ഒരു തുടക്കവും അതുപോലെ തന്നെ അതിനൊരു കൺക്ലൂഷനും കൊടുക്കാനായിട്ട് മറക്കരുത്. മിസ് പറഞ്ഞല്ലോ 5 മാർക്കിൽ പ്രത്യേക മാർക്ക് അതിന് രണ്ടിനും ഉണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ കത്തിന്റെ കാര്യം പറഞ്ഞു. പിന്നെ നമുക്കുള്ള ഒന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ് നോട്ടീസ് തയ്യാറാക്കുക എന്നുള്ളത്. നോട്ടീസ് തയ്യാറാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നോട്ടീസ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം മക്കളെ? നമുക്കിപ്പോ ഈ അഖില ലോക പഴം പച്ചക്കറി സമ്മേളനത്തെ കുറിച്ച് തന്നെ പറയണം. അപ്പൊ ഈ ഒരു സമ്മേളനം നടത്താനായിട്ട് എന്ത് ചെയ്യാണ്, തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇത് നടത്തുന്ന വിവരം മറ്റു പച്ചക്കറികളെയൊക്കെ അറിയിക്കണ്ടേ? അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോട്ടീസ് തയ്യാറാക്കാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം മക്കളെ? നോട്ടീസിന് നമ്മൾ കത്ത് എഴുതുന്ന പോലെ നന്നായിട്ട് എന്ത് ചെയ്യാം, ഒരു കോളമൊക്കെ വരയ്ക്കുക.
എന്നിട്ട് എന്താണോ നമുക്കിപ്പോ എന്താണ് നമ്മൾ പറഞ്ഞ അഖില ലോക പഴം പച്ചക്കറി സമ്മേളനമാണല്ലേ. അപ്പൊ അതെന്ത് ചെയ്യുക, അതിന്റെ ഹെഡിങ് ആക്കിയിട്ട് ഒരു വലിയ അക്ഷരത്തിൽ എന്ത് ചെയ്യുക, അത് എഴുതുക. ഇനി മക്കൾക്ക് വേറെ എന്തെങ്കിലും ആണ് നിങ്ങൾക്ക് ചോദ്യത്തിൽ വരുന്നത് എന്ന് വെച്ചാൽ ആ തീമിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുക, ഹെഡിങ് കൊടുക്കുക. ഇവിടെ ഇപ്പൊ നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ടീച്ചർ അത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താണോ കാര്യം അത് മക്കളെ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം, ഈ ഒരു നോട്ടീസിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ അഭിസംബോധന ചെയ്തിട്ട് പറയണല്ലേ. എങ്ങനെ നമുക്ക് പറയാം, മാന്യരെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജനങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പ്രിയ ജനങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. മാന്യരെ എന്ന് തുടങ്ങുന്ന രീതിയിൽ തന്നെ എഴുതിയാൽ മക്കൾക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ആണ് കേട്ടോ. മാന്യരെ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് മക്കളെ, നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക, ഒരു സ്റ്റാർട്ടിങ് വേണം. പിന്നെ നമ്മൾ അഖില ലോക പഴം പച്ചക്കറി സമ്മേളനമാണല്ലോ നടത്തുന്നത്. അപ്പൊ അത് ഏത് ദിവസമാണ് നടത്തുന്നത് എന്നുള്ളത് ഇവിടെ ഉൾപ്പെടുത്തണം, കത്തിൽ നമ്മുടെ നോട്ടീസിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഏത് സമയമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മുടെ നോട്ടീസിൽ ഉൾപ്പെടുത്തണം. അപ്പൊ മാന്യരെ, നമ്മുടെ അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം ഇന്ന ദിവസം അല്ലെ, ഒരു ഡേറ്റ് ചെയ്ത 10 മണിക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിലുള്ള കാര്യങ്ങളെല്ലാം എഴുതുക. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യാം, താങ്കളെ ക്ഷണിക്കുന്നു എന്നുള്ള രീതിയിൽ എഴുതുക. അതിനുശേഷം പിന്നെ മക്കൾ എന്ത് ചെയ്യണം, കാര്യപരിപാടികൾ എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്താണ് എഴുതേണ്ടത്, കാര്യപരിപാടികൾ എന്ന് എഴുതിയിട്ട് ആദ്യം എന്ത് ചെയ്യുക, ഈ പരിപാടിക്ക് സ്വാഗതം പറയുന്ന ആള് ആരാന്ന് വെച്ചാൽ അവരുടെ പേര്. ഇപ്പൊ മത്തങ്ങയാണ് നമ്മുടെ സെക്രട്ടറി എങ്കിൽ മത്തങ്ങയുടെ പേര്, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും പേര് എഴുതുക. പിന്നെ അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ അവരുടെ പേര്. പിന്നെ ഉദ്ഘാടനം ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ അവരുടെ പേര് എഴുതുക. അതുപോലെ തന്നെ ഇതിന് ആശംസ പറയുന്നത് ആരാണോ അത് എഴുതിയിട്ട് അവരുടെ പേര്. അതുപോലെ തന്നെ നന്ദി എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യാം, അവരുടെ പേര്. പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പൊ കാര്യപരിപാടികൾ നോട്ടീസ് എഴുതുന്ന സമയത്ത് ആദ്യം നമ്മുടെ കണ്ടന്റ് എഴുതിയതിനു ശേഷം കാര്യപരിപാടികൾ എഴുതുക. അത് ഓരോന്നും ലിസ്റ്റ് ചെയ്യുക. പിന്നെ നോട്ടീസിന്റെ അവസാനം എന്ത് വേണം മക്കളെ, ആരാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആരെഴുതണം, സെക്രട്ടറി അല്ലെ, മത്തങ്ങ അല്ലെങ്കിൽ മത്തൻ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ എഴുതണം അല്ലെ. നമ്മുടെ മത്തങ്ങയാണ് ഇപ്പം ഈ നോട്ടീസ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യാ, അതിന്റെ പേര് വെച്ചുകൊണ്ടാണ് അത് എഴുതേണ്ടത്. അപ്പൊ നോട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഡേറ്റ് ഉൾപ്പെടുത്തണം, സമയം ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ എവിടെയാണ് നടക്കുന്നത് എന്ന് ഉൾപ്പെടുത്തണം. ആളുകളെ ആദ്യം എന്ത് ചെയ്യണം, ക്ഷണിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം, എഴുതണം. അതിന് ഹെഡിങ് കൊടുക്കണം. കാര്യപരിപാടികൾ എന്തൊക്കെയാന്ന് എഴുതണം. അത് ആരാണോ നോട്ടീസ് എഴുതുന്നത് അവരുടെ പേരും എന്ത് ചെയ്യണം, താഴെ കൊടുക്കണം. മനസ്സിലായിട്ടുണ്ടോ മക്കളെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോട്ടീസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മക്കള് നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ഒന്നാണ് യാത്രാ വിവരണം. അത് ടീച്ചർ എല്ലാ ക്ലാസ്സിലും മക്കളെടുത്ത് പറയാറുണ്ട്. യാത്രാ വിവരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു ചെറിയ യാത്ര ആയിക്കോട്ടെ, അതിനെ കുറിച്ചിട്ട് ഭംഗിയായിട്ട് മക്കൾ എഴുതാനായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ യാത്രാ വിവരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പോയിട്ടുള്ള ഒരു സ്ഥലത്തെ കുറിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുക, അതിനെ കുറിച്ചിട്ട് എഴുതുക. അപ്പൊ യാത്രാ വിവരണം എഴുതുന്ന സമയത്ത് മക്കൾ എന്ത് ശ്രദ്ധിക്കണം, നിങ്ങൾ പോയിട്ടുള്ള ആ സ്ഥലത്തെ കുറിച്ചിട്ടില്ലേ, എപ്പോഴാണ്, ആരുടെ ഒക്കെ എപ്പോഴാണ് പോയത് എന്നുള്ള കാര്യമൊക്കെ മക്കൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്താം. പിന്നെ നിങ്ങൾ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള, നിങ്ങൾ കണ്ടിട്ടുള്ള നല്ല നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളില്ലേ, അതെല്ലാം മക്കൾക്ക് ഉൾപ്പെടുത്താം. പിന്നെ അന്നേ ദിവസം പോകുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഇൻസിഡന്റ് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അല്ലെ. പിന്നെ എപ്പോഴാണ് നിങ്ങൾ തിരിച്ചെത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താം. പിന്നെ നിങ്ങൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ, പോയ നാട്ടിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേക തരം ഫുഡോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ, അപ്പൊ അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് വേണം മക്കൾ എന്ത് ചെയ്യാനായിട്ട്, യാത്രാ വിവരണം എഴുതാനായിട്ട്. എപ്പോഴാണ് യാത്ര പുറപ്പെട്ടത്, എപ്പോഴാണ് നിങ്ങൾ ആ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്, എപ്പോഴാണ് നിങ്ങൾ തിരിച്ചു വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് മക്കള് യാത്രാ വിവരണം തയ്യാറാക്കേണ്ടത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യും, നന്നായിട്ട് എഴുതി പഠിച്ചിട്ട് പോയിക്കോളാം മക്കളെ. നിങ്ങൾക്ക് എന്തായാലും ഒരു യാത്രാ വിവരണം എഴുതാനായിട്ടുള്ള ചോദ്യം പ്രതീക്ഷിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമുക്കുള്ള ഒരു ചോദ്യമാണ് വരികൾ ചേർക്കാമെന്നുള്ള പ്രവർത്തനം. അതിനി നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല അല്ലെ, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ ഒക്കെ പഠിച്ചു വരുന്നതാണ്. മകൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് തരും, ഒരു 4 വരി കവിത തരും. എന്നിട്ട് അതിലേക്ക് കൂടുതൽ വരികൾ ചേർക്കാനായിട്ട് പറയും. അപ്പൊ മകൾ നന്നായിട്ടൊന്ന് പാടി നോക്കുക. ആ 4 വരി നന്നായിട്ട് പാടി നോക്കിയിട്ട് അതിന്റെ ഈണത്തിനും താളത്തിനും എന്ത് ചെയ്യാം, മാച്ച് ചെയ്യുന്ന രീതിയിൽ കൂടുതൽ വരികൾ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അവിടെ നമുക്ക് ചിലപ്പോൾ വരികൾ ചേർത്ത് എഴുതാം എന്നുള്ള പ്രവർത്തനത്തിൽ ചിലപ്പോൾ കൂട്ടുകാർക്ക് 4 വരിയാണ് തന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ അതില് ഒരു 1-2 വരികൾ മക്കൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതായിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരം വരികൾ ഏതാ ഒക്കെ നോക്കിയിട്ട് അതൊക്കെ മക്കൾ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടൊക്കെ ഭംഗിയായിട്ട് ആ ഒരു പ്രവർത്തനം ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസ്റ്റർ തയ്യാറാക്കാനാണ് കേട്ടോ. പോസ്റ്റർ തയ്യാറാക്കാനുള്ള ഒരു ചോദ്യം വരും. അപ്പൊ പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയാ വരിക എന്ന് വെച്ചാൽ, നമുക്ക് ചിലപ്പം
ചില പത്ര കട്ടിങ്സ് ഒക്കെ തരും. നമുക്ക് ഒരു പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, പത്രവാർത്ത തരും. അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പത്രവാർത്തയിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറികളിലൊക്കെ ഇപ്പൊ വ്യാപകമായിട്ട് നമ്മൾ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പം അത്തരം പച്ചക്കറികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് പത്രവാർത്തകളൊക്കെ തന്നിട്ട് ഇതിനെതിരെ ആളുകളെ ബോധവൽക്കരിക്കാനായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പച്ചക്കറികളിൽ കീടനാശിനികളൊക്കെ പ്രയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷമാണ് അല്ലെ. അപ്പൊ അതിനെതിരെ ആളുകളെ ബോധവൽക്കരിക്കാനായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പൊ പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് മക്കൾ എന്ത് ശ്രദ്ധിക്കണം മക്കളെ? പോസ്റ്റർ ആകുന്ന സമയത്ത് നല്ലൊരു പെട്ടിനുള്ളിലൊക്കെ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊരു ബോർഡർ ഒക്കെ വരയ്ക്കുക. എന്നിട്ട് പോസ്റ്ററിന്റെ ഉള്ളിൽ എഴുതുന്ന വാചകങ്ങൾ എങ്ങനെ വേണം മക്കളെ? നമ്മൾ നോർമലി എഴുതുന്ന അക്ഷര വലുപ്പത്തിൽ എഴുതിയാൽ മതിയോ? പോരാ, കുറച്ചധികം വലുപ്പത്തിൽ വേണം നമ്മൾ എഴുതാനായിട്ട് അല്ലെ. പോസ്റ്ററൊക്കെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവെക്കുകയാണെങ്കിൽ അതിൽ കുഞ്ഞതായിട്ടുള്ള അക്ഷരത്തിൽ എഴുതിയാൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് വായിക്കാനോ കാണാനായിട്ടോ പറ്റുമോ? ഇല്ല, അത് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടിരിക്കണം അല്ലെ. അപ്പൊ അതിൽ എഴുതുന്ന അക്ഷരങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, കുറച്ച് ഫോണ്ട് സൈസിൽ അല്ലെ, നല്ല അക്ഷര വലുപ്പത്തിൽ എഴുതുക. പിന്നെ അതുപോലെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെറുതെ വാക്യങ്ങൾ മാത്രം എഴുതിയാൽ പോരാ, നിങ്ങൾ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തുക. ഇപ്പൊ അവിടെ പച്ചക്കറികളെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് പച്ചക്കറികളുടെ ചിത്രങ്ങളൊക്കെ വരച്ചു വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, മക്കൾ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അതിന് കളറൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കൾ? 5 മാർക്ക് കിട്ടും. അല്ലാതെ വെറുതെ അതിലുള്ള വാചകം മാത്രം എഴുതി വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു 3 മാർക്ക് അല്ലെങ്കിൽ ഒരു 4 മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. മുഴുവൻ മാർക്കും കിട്ടണമെങ്കിൽ ടീച്ചർ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, വലുതാക്കി എഴുതുക അതിനുള്ള വാചകം. അതുപോലെ തന്നെ കളേഴ്സ് ഉപയോഗിച്ച് അതിനെ ഭംഗിയാക്കാം, അതിന് യോജിച്ച രീതിയിലുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക. എങ്കിൽ മക്കൾക്ക് അതിലുള്ള മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ആ ഭാഗം ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കഥ പൂർത്തിയാക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അവിടെ മക്കൾക്ക് എന്ത് തരും? ഒരു കഥയുടെ ആദ്യ ഭാഗം നിങ്ങൾക്ക് തരും, കുറച്ച് ഭാഗം തരും. എന്നിട്ട് ആ കഥ പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് മക്കൾ സ്വയം കണ്ടെത്തിയിട്ട് ആ കഥ പൂർത്തീകരിച്ച് എഴുതാനായിട്ടുള്ള ഒരു ചോദ്യം വരും കേട്ടോ. അപ്പൊ അത് വളരെ സിമ്പിൾ ആണ്. മക്കൾ കഥ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക. പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് മക്കൾ ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞു നോക്കുക. അതിനുശേഷം മക്കൾ എന്ത് ചെയ്യുക, ആൻസറിലോട്ട് പോവുക. പിന്നെ അവിടെ മിസ് പറഞ്ഞല്ലോ 5 മാർക്കിനാണ് ആ ഒരു ചോദ്യം ഉണ്ടായിരിക്കുക. അതിലൊരു മാർക്ക് എന്ന് പറയുന്നത് ഈ കഥയ്ക്ക് ഒരു ഹെഡ്ലൈൻ കൊടുക്കുന്ന, ഒരു തലക്കെട്ട് കൊടുക്കുന്നതിനായിരിക്കും. അപ്പൊ മക്കൾ ശ്രദ്ധിക്കുക, കഥ എഴുതിയാൽ മാത്രം പോരാ, കഥയ്ക്ക് എന്ത് ചെയ്യുക, നല്ലൊരു ഹെഡിങ് കൊടുക്കുക. ഇനി ചിലപ്പോൾ ചില കൂട്ടുകാർക്ക് ഈ കഥയൊക്കെ ഒരുപാട് എഴുതുക എന്നുള്ളത് പ്രയാസമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ അത്തരം കൂട്ടുകാരെന്ത് ഈ 5 മാർക്കിൽ 1 മാർക്ക് നമുക്ക് വെറുതെ എന്ന് പറഞ്ഞു കിട്ടുകയാണ്. എങ്ങനെയാണ്? ആ കഥയ്ക്ക് ഒരു ഹെഡ്ലൈൻ കൊടുത്താൽ. അപ്പൊ കഥയുടെ കുറച്ച് ഭാഗം നമുക്ക് തന്നിട്ടുണ്ടായിരിക്കല്ലോ, ആ ഭാഗം വായിച്ചു നോക്കിയിട്ട് എന്തിനെ കുറിച്ചിട്ടാണ് കഥ എന്നുള്ളത് മക്കൾ മനസ്സിലാക്കിയിട്ട് അതിന് യോജിച്ച രീതിയിൽ ഒരു ഹെഡ്ലൈൻ കൊടുത്തതിന് ശേഷം കഥ എഴുതാനായിട്ട് തുടങ്ങുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് മക്കൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ നാളത്തെ മലയാള എക്സാമുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ടത്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ നാളത്തെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. അപ്പം നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാനായിട്ട് മറക്കണ്ട. വെറും 89 രൂപയ്ക്ക് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇത്തരത്തിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിനായിട്ട് 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ മക്കൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.